ഞാൻ ഗൗരി ചേർത്തലയിൽ നിന്ന് വരുന്നു. ഒരു മാത്സ് ഗ്രാജുവേറ്റ് ആണ്. ഇപ്പോൾ IDBI ജാം ജൂനിയർ അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിംഗ് ആയി. അപ്പോൾ 2023 ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ICTയിൽ വന്ന് ജോയിൻ ചെയ്തു. അപ്പോൾ ചേർന്ന സമയത്ത് ബാങ്ക് എക്സാമിൻ്റെ പാറ്റേണിനെ കുറിച്ചും റിക്രൂട്ട്മെൻറ്റ്സിനെ കുറിച്ച് വലിയ ധാരണയില്ലായിരുന്നു. പിന്നെ ടീച്ചേഴ്സും ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് മനസ്സിലായി. പിന്നെ അതനുസരിച്ച് പ്രിപ്പറേഷൻസ് തുടങ്ങി. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് ഇവിടുത്തെ ക്ലാസ്സസും മോക്ക് ടെസ്റ്റുമാണ്. ഓരോ ക്ലാസ്സും അതിൻ്റെ കറക്റ്റ് ബേസിക്സ് മനസ്സിലാക്കാൻ പറ്റി. അതനുസരിച്ച് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ക്വസ്റ്റ്യൻസ് ട്രൈ ചെയ്ത് സോൾവ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. അതുപോലെ മോക്ക് ടെസ്റ്റും വളരെ തുടക്കം തൊട്ട് തന്നെ കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തു, അനലൈസും ചെയ്ത് നമ്മുടെ ആക്യുറസിയും സ്കോറൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു. എനിക്ക് പാടുള്ള ഇത് GA ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് GAയുടെ നോട്ട്സും ബാക്കി പുറത്തുനിന്നുള്ള നോട്ട്സൊക്കെ വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്തത്. നമ്മൾ ബാങ്ക് എക്സാം എഴുതുമ്പോൾ ബാങ്കിലേക്കുള്ള മാത്രമല്ല ഇൻഷുറൻസും കമ്പനീസിൻ്റെയും ഒക്കെ എഴുതാൻ പറ്റും. അപ്പോൾ കുറേ ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞ ശേഷം ഉടനെ ഒരു ജോലി വേണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ബാങ്കിങ് ഫീൽഡിലേക്ക് പോകാൻ താല്പര്യമുണ്ടായിരുന്നു. എൻ്റെ ഒരു ആൻറ്റി പറഞ്ഞിട്ടാണ് ICTയെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെയാണ് ഇവിടെ വരുന്നത്. അവിടെ വളരെ നല്ല എൻവയോൺമെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു പഠിക്കാൻ. ഫസ്റ്റ് ഇയർ അവിടെ ഞാൻ നിന്നപ്പോൾ ഉള്ള എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്തു. പക്ഷേ ഫിലിംസ് ഒന്നും ക്രാക്ക് ആയില്ല. പിന്നെ ആ ഒരു 1 ഇയർ നല്ലപോലെ പ്രിപ്പയർ ചെയ്തു. അതിൻ്റെ അടുത്ത ഇയർ എക്സാം എഴുതിയപ്പോൾ ഫിലിംസൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ചിലതിൻ്റെ മെയിൻസ് അത്യാവശ്യം കട്ട് ഓഫിൻ്റെ അടുത്തൊക്കെ വന്നെങ്കിലും പക്ഷെ കിട്ടിയില്ല. പിന്നെ ആണ് ഇത് കിട്ടിയത്. മെയിനായിട്ട് മോക്ക് ടെസ്റ്റായിരുന്നു ഞാൻ കൂടുതലും എടുത്തുകൊണ്ടിരുന്നത്. സെക്ഷനിലും ഫുൾ ടെസ്റ്റൊക്കെ എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പാടായിട്ടുള്ള ടോപ്പിക്സിൻ്റെ എടുത്തു വച്ചിട്ട് ചിലപ്പോൾ ടോപ്പിക് വൈസ് ടെസ്റ്റുകളും അറ്റൻഡ് ചെയ്തിരുന്നു. ഇംഗ്ലീഷും ഒക്കെ ആണെങ്കിലും ഇവിടുത്തെ കൃഷ്ണൻ സാറിൻ്റെ ഗൈഡൻസ് വളരെ നല്ലതായിരുന്നു. സാറ് പറഞ്ഞത് അതനുസരിച്ച് ചെയ്ത് ഇപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഇംഗ്ലീഷിന് വന്നിട്ടുണ്ട്. സാറിന് വലിയൊരു താങ്ക്സ് ഉണ്ട്. ഞാനിവിടെ വരുമ്പോഴും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്ന്. അങ്ങനെയാണെങ്കിലും നമുക്ക് ഇടയ്ക്ക് ചിലപ്പോൾ ഡൗൺ ആയി പോകാറുണ്ട്. ബട്ട് സ്റ്റിൽ കൂടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ ഈ കിട്ടിയവരുടെ അനുഭവങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ഇത് എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് പിന്നെയും കിട്ടും. അതുപോലെ തന്നെ ഫാമിലി നല്ല സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ ഈ ഒരു ജേർണിയിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ടീച്ചേഴ്സും ഫാമിലി ഫ്രണ്ട്സിനും ഒക്കെ വളരെ താങ്ക്സ്. അപ്പം ഇനി ഈ ജോബ് നോക്കുന്ന ബാങ്കിങ് സെക്ടറിലേക്ക് ആയിട്ട് ജോബ് നോക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കോൺഫിഡൻറ്റോടുകൂടെ പ്രിപ്പറേഷൻസ് കണ്ടിന്യൂ ചെയ്യാം. എന്താണെങ്കിലും നല്ല ഓപ്പർച്യൂണിറ്റീസാണ്. ഒത്തിരി അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് എക്സാം എങ്ങനെയാണെങ്കിലും ക്ലിയർ ചെയ്യാൻ പറ്റും.